നമസ്കാരം. എല്ലാരും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടല്ലേ ചേച്ചിന്ന് ചോദിക്കുന്നുണ്ട്. നമ്മള് നിംസ് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എഴുന്നേക്കണെങ്കിലും നടക്കണമെങ്കിലും ഇരിക്കണമെങ്കിലും നിൽക്കണമെങ്കിലും ഒക്കെ പരസഹായം വേണ്ടി വന്നു. അപ്പൊ മനുഷ്യന്മാരുടെ കാര്യമാണ് അത്രയല്ലേ. എപ്പോഴാണ് നമുക്ക് എന്താ പറയാ ഇങ്ങനെയുള്ള അവസ്ഥകൾ വരിക അല്ലേ പോട്ടാ, ഇങ്ങനെയുള്ള അവസ്ഥകൾ വരിക ഒന്നും അറിയില്ലല്ലോ. ഇങ്ങനെ കയറും കയറും. അപ്പൊ നമ്മള് രണ്ടുപേരും കൂടി എയിംസിൽ 10 മണിയാകുമ്പത്തേക്ക് എത്താൻ പറഞ്ഞു. പക്ഷെ മക്കളെയൊക്കെ കിട്ടും. അടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഓന്താനത്തിന്റെ വരികൾ ആലോചിച്ചാൽ മതി. എന്നിട്ടും മനുഷ്യന്മാര് ഒരാളെ പഴിക്കാനും അസൂയയോട് നോക്കാനും കുറ്റപ്പെടുത്താനും കയർക്കാനും നശിപ്പിക്കാനും തുനിഞ്ഞിറങ്ങും എന്നുള്ളതാണ് മനുഷ്യ സഹജം. പ്രധാനമായിട്ടും എനിക്ക് ക്യാൻസർ ഒന്നുമില്ല, പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ മാത്രമേ ഉള്ളൂ. ക്യാൻസർ ഒന്നുമില്ല, അതുകൊണ്ട് വെറുതെ പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് എനിക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് MVR കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പറയുന്ന ആൾക്കാർ പോയിട്ട് ഒന്ന് MVR പോയിട്ട് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അയക്കുന്ന, എനിക്ക് അറ്റ്ലീസ്റ്റ് സ്റ്റാർ ഹെൽത്തിന്റെ ഒരു ഇത് എടുക്കാലോ അല്ലേ പോയിട്ട്, ഒരു ഇൻഷുറൻസ് എടുക്കാലോ. പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കപ്പാസിറ്റി ഉള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് അത്ര ഉറപ്പാണെങ്കിൽ എനിക്ക് അസുഖമൊന്നുമില്ല, എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അതുമല്ല അങ്ങനെയാണെങ്കിൽ MVRനെതിരെ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാലോ അല്ലേ പോയിട്ടാ. വെറുതെ എന്നെ മെറ്റാസ്റ്റാറ്റിക് ആണെന്ന് പറഞ്ഞ് എന്നെ ഇത്ര എന്റെ ഓവറി എടുത്തു കളഞ്ഞു, പിന്നെ എന്റെ വയറിന്, ലിവറിന്, കഴുത്തിന്, തലക്ക്, കണ്ണിന് എല്ലാം അവരെ എനിക്ക് എത്ര റേഡിയേഷൻ തന്നു. അപ്പം എനിക്ക് കംപ്ലൈന്റ് ചെയ്യാലോ അങ്ങനെയാണെങ്കിൽ. പിന്നെ വാട്സപ്പ് അല്ലെങ്കിൽ ഡോക്ടർമാര് ഫേസ്ബുക്കിലെ കമന്റുകളിലൂടെയും അതിൽ കാണുന്ന വീഡിയോകളിലൂടെയും ട്രീറ്റ് ചെയ്യുന്ന ചില ബിരുദന്മാർ അവരുടെ നമ്പർ ഇട്ടുന്നത് ഡയറക്റ്റ് നമുക്ക് വന്നിട്ട് ട്രീറ്റ്മെന്റ് നടത്താം അല്ലെ. MBBS MD എടുത്ത ഡോക്ടർമാരാണ് അവരെല്ലാം, ഏത് ഈ ഫേസ്ബുക്കിലെത്ത ഡോക്ടർമാര്. അപ്പൊ അവര് ദൈവത്തെ ഓർത്തിട്ട് എനിക്ക് പറ്റുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഒന്ന് MVR പോയിട്ട് എനിക്ക് ക്യാൻസർ ഇപ്പോൾ സർവൈവർ ആണ് എന്ന് ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയാൽ ഞാൻ സ്റ്റാർ ഹെൽത്തിന്റെ ഒരു പിന്നെ എന്താ പറയുക, ഇന്നലെ നമ്മൾ സ്റ്റാർ ഹെൽത്തിനെ വിളിച്ചു അല്ലേ പോയിട്ടാ. കാരണം ക്യാൻസറിന്റെ മാത്രം ഒഴിവാക്കിയിട്ട് ഇപ്പം എന്തെങ്കിലും ഒരു ആക്സിഡന്റോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു പിന്നെ നമുക്ക് പിന്നെ ഈ ഒരു ഇൻഷുറൻസ് കിട്ടാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ അവരെന്താ പറഞ്ഞ പോയിട്ടാ, ഇല്ല അത് ബുദ്ധിമുട്ടാണ്. കാരണം മറ്റു മരുന്നുകളും ഗുളികകളും കഴിക്കുമ്പോൾ ഡോക്ടർമാർ അങ്ങനെ എഴുതി കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലും ചെയ്ത ഡോക്ടർമാർ എന്തെങ്കിലും കണ്ണടച്ചാല് ചെയ്യാൻ പറ്റുന്നല്ലാതെ മറ്റു പറ്റില്ല. അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ ആധാർ കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാം വരും, നമ്മളെ രോഗത്തിന്റെ വിവരങ്ങളെല്ലാം വരും. അതുകൊണ്ട് അത് പറ്റില്ല എന്നാ പറഞ്ഞത്. പക്ഷെ കുഞ്ഞേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ചോദിച്ചത്. കുഞ്ഞേട്ടൻ പറഞ്ഞാൽ ചോദിച്ചു നോക്ക് സ്റ്റാർ ഹെൽത്തിന്റെ, പിന്നെ ഇനി അതെല്ലാം എടുത്തത്, അപ്പൊ നിന്നെയും കൂടി ആഡ് ചെയ്യാൻ പറ്റും. ക്യാൻസറിന്റെ വീട് ബാക്കി എന്തെങ്കിലും പനി 1.5 മാസം ഇപ്പം പനിയായിട്ട് കിടന്നില്ലേ, അല്ലെങ്കിൽ പറഞ്ഞ പോട്ടാ എന്തെങ്കിലും ഇങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ട് വീഴോ അങ്ങനെ എന്തെങ്കിലും ഫ്രാക്ചർ അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാല് പിന്നെ ഒരു ഇൻഷുറൻസ് പക്ഷെ സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പം എന്റെ നല്ലവരായ കുറേ സ്ത്രീകളുണ്ടല്ലോ കേട്ടാ, വളരെ വിവരവും വിദ്യാഭ്യാസം ഒക്കെയുള്ള കുറെ അമ്മമാര്, ചേച്ചിമാര്, അതേപോലെ കുറെ ആങ്ങളമാര് എനിക്ക് ക്യാൻസർ ഇല്ല ആൾക്കാരെ പറ്റിക്കാണ്, തട്ടിപ്പാണെന്നൊക്കെ പറയുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഫേസ്ബുക്കിലെ ഡോക്ടർമാരായ ആങ്ങളമാര് വന്നിട്ട് കുറച്ച് കുറച്ച്, പക്ഷെ ഇവര് നിരന്തരം ഇതന്നെ ഞാൻ പോയിട്ടാ, ഈ നിരന്തരം എന്നെ ഒന്ന് എന്റെ വീടിനടുത്തുള്ള പോലീസുകാരൻ ബഹുജനം പലവിധം എന്ന് പറയും. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് ജനിച്ച ഉടനെയുള്ള പിഞ്ചു കുഞ്ഞിന്റെ നിലത്ത് തലവെച്ചടിച്ചിട്ട് കൊല്ലാൻ മടിക്കാത്ത ചില പുരുഷന്മാർ, ചില സ്ത്രീകളും, മനസ്സിലായില്ലേ? അമ്മയും പെങ്ങന്മാരെയും പോലും എങ്ങനെ നോക്കേണ്ട വിധത്തിൽ അല്ലാത്ത വിധത്തിൽ നോക്കി ജീവിച്ചു പോരുന്ന പിന്നെ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അത്തരത്തിലെ ആൾക്കാർക്ക് ഒരു സന്നിഗ്ധ ഘട്ടം വന്നാൽ, ഒരു ക്യാൻസർ പോലുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ ഒരാൾ വല്ലാത്ത വയ്യായികയില് അവര് കുത്തി നോവിക്കാനുള്ള മനസ്സുണ്ടാവും. അവർക്ക് മാത്രമേ ആ മനസ്സുണ്ടാവുള്ളൂ. അപ്പൊ അത്തരക്കാരോട് പറഞ്ഞിട്ടും കാര്യമില്ല. നൂറോയിരം ആൾക്കാരുണ്ട് അങ്ങനത്തെ. അല്ല, ഇത് ഞാനിപ്പോ റിക്വസ്റ്റ് ആണ്. അവർക്ക് അത്ര ഉറപ്പാണ് എനിക്ക് ക്യാൻസർ ഇല്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഇത് റിക്വസ്റ്റ് മാത്രമാണ്. എനിക്ക് MVR പോയിട്ട് ഭാര്യ സാറിനെയോ ശ്രീധരൻ സാറിനെയോ ഒക്കെ കണ്ടിട്ട് ഞാൻ ക്യാൻസർ സർവൈവർ ആണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് പ്ലീസ് ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നു കഴിഞ്ഞാൽ എനിക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അത് എന്നോട് സ്റ്റാർ ഹെൽത്തിന്റെ ഏട്ടന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ നിങ്ങളത് ചെയ്തു തരണം ദൈവത്തെ ഓർത്തിട്ട്. നിലവിൽ ഞാനിപ്പോ നമ്മൾ രണ്ടുപേരും മിംസ് ഹോസ്പിറ്റലിലോട്ട് പോവാണ്. പിന്നെ അപ്പം ദൈവത്തെ ഓർത്തിട്ട്
ഹെൽപ്പ് ചെയ്യുക. ഇപ്പം എന്നോട് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായില്ലേക്ക എങ്ങനെയുണ്ട്. അപ്പൊ നമ്മളിപ്പം രണ്ടുപേരും കൂടി മിംസ് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. സജിൻ സാർ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ അല്ലേ അമ്പുവേട്ടാ. നമ്മള് മുട്ടിന്റെ കാര്യത്തില് കുറഞ്ഞതൊക്കെയോ ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളും പരിവട്ടമുണ്ട്. ദൈവത്തിൽ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയും, എന്റെ കുടുംബത്തിന്റെ, എന്റെ അബുവേട്ടന്റെ, എന്റെ മക്കൾ എല്ലാവരും പ്രാർത്ഥന കാരണം ക്യാൻസർ നിലവിലില്ല മുട്ടിന് എന്ന് കണ്ടിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഭാഗ്യം അമ്പുവേട്ടാ. ഫേസ്ബുക്കില് നമ്മളെ കുടുംബങ്ങളുണ്ട്, ഫേസ്ബുക്കിൽ നമ്മളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു കമന്റൊക്കെ നല്ല വാക്കുകൾ സംസാരിക്കുന്ന, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ഒരു കുടുംബമുണ്ട്. അവരെ ഉദ്ദേശിച്ചിട്ടൊന്നും പറഞ്ഞില്ല. അവരിതൊക്കെ അറിയിക്കണല്ലോ. അതുകൊണ്ട് ഉത്തരവാദിത്വത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. അതിനിടയിൽ ചില കാടിന് പിടിച്ചു കയറി വരുന്ന ചില വള്ളികളില്ലേ, അതുപോലത്തെ സംഭവങ്ങൾ വരും. അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതും ചില 2 ഫോളോവർ ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഫേക്ക് ഐഡിയിലിട്ട് പല ഐഡിയകളിലൂടെ വരുന്ന ആ ചില ആൾക്കാർ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. നമ്മൾ വേറെ തരത്തില് നമ്മുടെ ജീവിതത്തിന്റെ ലൈവായ സിറ്റുവേഷൻ കാണിക്കുന്നു. അത് ഇന്നല്ല, ഇതിനു മുമ്പേ തന്നെ നമ്മൾ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയ കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ. ഇന്ന് പെട്ടെന്ന് ക്യാൻസർ ആയ സമയത്ത് മുതല് നമ്മൾ പല വീഡിയോസും കാര്യങ്ങളും ഇടുന്നുണ്ട്. രണ്ടുപേരും സിനിമ ഇൻഡസ്ട്രിയിലും പരസ്യരംഗത്തൊക്കെ ആയതുകൊണ്ട്, മീഡിയയിൽ വർക്ക് ചെയ്തുകൊണ്ട് അന്ന് മുതലേ ഇതൊക്കെ ആയിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. എത്രയോ വെബ് സീരീസ് ചെയ്തു, എത്രയോ ആൽബം ചെയ്തു, എത്ര ഒരു സിനിമ ചെയ്തു, ഡോക്യുമെന്ററി ചെയ്തു, ഏഷ്യാനെറ്റിൽ ഇത് എത്രോട്ടം നിങ്ങളോട് പറഞ്ഞാണ്. നമ്മളൊരു ചെറിയൊരു കലാകാരന്മാരാണ്. അപ്പൊ നമ്മൾ ഈ ക്യാൻസർ വന്നതുകൊണ്ടല്ല നമ്മൾ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിൽ ഇപ്പോഴാണ് ചാനലുകൾ സജീവമാവാത്ത സമയത്ത് ഏഷ്യാനെറ്റ് സുപ്രഭാതം ആങ്കറായിട്ട് കടന്നു വന്ന ഒരാളാണ്. ആകെ ഏഷ്യാനെറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റും സൂര്യ മാത്രമേ ഉണ്ടായുള്ളൂ. അന്ന് 21-22 വയസ്സും കണ്ടേ ഉള്ളൂ അമ്പേട്ടന്. ആ അവസ്ഥയിൽ അമ്പേട്ടൻ സുപ്രഭാത അവതാരം. നമ്മൾ കുറെ വർഷങ്ങളായി തന്നെയാണ് പരിപാടികൾ, ഇത് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിന്റെ സംഭവം. സുപ്രഭാതത്തിൽ വന്ന് ചെയ്യുന്നതല്ല. അതിങ്ങനെ എല്ലാവർക്കും അറിയില്ല, അറിഞ്ഞു വരുമ്പോൾ. അല്ല, ഇതിപ്പോ നമുക്കൊരു ഉപകാരമല്ലേ അമ്പേട്ടാ. ക്യാൻസർ ഇല്ല ജീവിതത്തിന് പ്രതിസന്ധി വരുമ്പോ നമുക്ക് എങ്ങനെയാണ്, അതാണ് പറഞ്ഞത്, നാളെ എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്ന് വെച്ചാൽ അതിൽ തളർന്നു പോകരുത്. അതിലൂടെ തന്നെ നമ്മൾ ജീവിച്ച് ഉഷാറായിട്ട് പോവുക എന്നുള്ളതാണ്. തളരില്ല. എന്റെ കാലിപ്പോ പൊട്ടിപ്പൊളരുത്. ഞാൻ അമ്പേട്ടോട് അമ്പേട്ടാ എന്റെ കാലിന് പഴുപ്പങ്ങാനും ഉണ്ടാവും അമ്പേട്ടാ, മുട്ടിന്റെ ഉള്ളിൽ ഇത്ര മാത്രം വേദന എന്നൊക്കെ. പക്ഷെ എന്നാലും ചിരിക്കും അല്ലേ അമ്പേട്ടാ. ചിരിച്ചുകൊണ്ട് നേരിടും. കരയുമ്പോ കരയും. സങ്കടം വരുമ്പോ നിങ്ങളോട് പറയും, സന്തോഷം വരുമ്പോ നിങ്ങളോട് പറയും. നിങ്ങളുടെ മുമ്പിൽ ഒരു മറിയും നമുക്കില്ല, എല്ലാം തുറന്നു വെച്ചിട്ടില്ല. ഇപ്പൊ മീൻസ് നമ്മളെല്ലാ അവസ്ഥകളും എല്ലാം പോയിട്ടാ, നമ്മളെ കഷ്ടപ്പാടുകളും സന്തോഷങ്ങളും നിങ്ങളുടെ മുമ്പിൽ തുറന്നേക്കണം. അപ്പൊ താങ്ക് യു. ഇപ്പൊ നമ്മൾ മിംസിലോട്ട് പോവാണ്. ബാക്കി എല്ലാ വിശേഷങ്ങളും നിങ്ങൾ അറിയിக்கலாம் പോയിട്ടാ. ഉഷാറായിട്ട് ജീവിക്കുക. ഏത് അസുഖവും അസ്വസ്ഥതകൾ ഉണ്ടായി കഴിഞ്ഞാലും സന്തോഷം കൈവിടാതെ. തീർച്ചയായും എല്ലാ ക്യാൻസർ ഫൈറ്റേഴ്സും ബി ബോൾഡ്, മാനസിക ശക്താണെങ്കിൽ നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് പോകാം എല്ലാം പോയിട്ടാ.